ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ കുക്കിംഗ് വീഡിയോ അല്ല, ഒരു ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. നല്ല രീതിയിൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ രണ്ട് സൈഡിലും ഒത്തിരി സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് നമുക്ക് മാറ്റി കൊടുക്കണം. ഇത് ഓരോന്നായിട്ട് ഞാൻ പുറത്തെടുത്ത് വെക്കുകയാണ്. ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഇളം ചൂടുവെള്ളത്തിൽ കുറച്ച് ബേക്കിംഗ് സോഡയും അതുപോലെ നമ്മുടെ സാധാരണ പാത്രം കഴുകുന്ന ലിക്വിഡും കൂടെ ചേർത്തുകൊണ്ടാണ്. നല്ല രീതിയിൽ തന്നെ അത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഞാൻ ഒരു സൈഡിലത്തെ സാധനങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത സൈഡിലുള്ള സാധനങ്ങളൊക്കെ മാറ്റി അത് നമുക്കൊന്ന് ഡ്രൈ ആയ തുണി കൊണ്ടൊന്ന് തുടച്ചെടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, മുഴുവൻ സാധനങ്ങളും മാറ്റിയിട്ടുണ്ട്. അത്യാവശ്യം മോശമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ശരിക്കും നമ്മൾ ഒരു 3-4 ആഴ്ച കൂടുമ്പോൾ എന്തായാലും ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ നല്ലതായിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് ഒരു ഉണങ്ങിയ തുണി കൊണ്ട് ഇതൊക്കെ ഒന്ന് തുടച്ചെടുക്കാം. ഇതിനകത്ത് കുറേ പൊടി ഉണ്ടായിരുന്നു. ആ പൊടികളൊക്കെ ഞാൻ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഈ സൈഡിലൊക്കെ നമ്മൾ സാധനങ്ങളൊക്കെ വെക്കുന്ന അല്ലെങ്കിൽ ഐസ് ഇട്ട് വെക്കുന്ന ഫ്രീസറിൻ്റെ സൈഡിലൊക്കെ ചെറുതായ കറുത്ത പാടുകളുണ്ടാവും. അതൊക്കെ നമുക്കൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ തുണി കൊണ്ട് തുടച്ചാൽ അത് ക്ലീൻ ചെയ്യാനാവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് ആദ്യം ക്ലീൻ ചെയ്തെടുക്കണം. അങ്ങനെ ഞാൻ ആ സൈഡിലുള്ള കറുത്ത പൊടികളും അതിൻ്റെ ഉള്ളിലുള്ള കച്ചറയൊക്കെ ഞാൻ അങ്ങനെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ബ്രഷ് കൊണ്ട് തുടക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അത് വൃത്തിയായിട്ട് വരുന്നുണ്ട്. നമ്മൾ ഇടയിലിടയിലൊന്നിങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പം ബ്രഷ് ഉപയോഗിക്കുന്നതാണ് എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. ചില അരികളിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ആ കറുത്ത പൊടികളൊക്കെ അഴുക്കുകളൊക്കെ പോകണമെങ്കിൽ ബ്രഷ് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് നമ്മുടെ ലിക്വിഡിൽ തുണി മുക്കി നമുക്കിത് നന്നായിട്ടും തുടച്ചെടുക്കാം. ഓരോ തട്ടുകളായിട്ടും തുടച്ചെടുക്കണം. നല്ല രീതിയിൽ തന്നെ തുടക്കണം. അത് നമ്മൾ ഒരു പ്രാവശ്യം തുടച്ചാലൊന്നും പോരാ. നമ്മൾ 1, 2 അല്ലെങ്കിൽ 3 തവണയൊക്കെ നമ്മൾ തുടച്ച് വൃത്തിയാക്കിയാൽ അത് നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങുന്ന പോലെ ആവും. ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഫ്രിഡ്ജ് ക്ലീൻ ആവുന്നുണ്ട്. ഞാൻ പല പ്രാവശ്യം ഇതിങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ നല്ല രീതിയിൽ ഫ്രിഡ്ജിൽ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ല വൈറ്റ് കളറായിട്ട് നല്ല നീറ്റായിട്ട് നമുക്ക് ഫ്രിഡ്ജ് കാണാൻ വേണ്ടി പറ്റും. എൻ്റെ ഫ്രിഡ്ജ് വളരെ പഴകിയ ഫ്രിഡ്ജാണത്. പുതിയതൊന്നും അല്ല. പക്ഷേ നല്ല രീതിയിൽ തന്നെ അങ്ങനെ വലിയ കേടുപാടുകളൊന്നും ഇല്ലാതെ തന്നെ ഇത് പോകുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ അത്യാവശ്യം അത് ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് അതിന് കാണാനും വലിയ മോശമായിട്ട് ഉള്ളിലൊക്കെ നല്ല രീതിയിൽ തന്നെയുണ്ട്. ഞാൻ ക്ലീൻ ചെയ്യുന്നത് മുഴുവനായിട്ടും വീഡിയോയിൽ എങ്ങനെ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഓരോ തട്ടുകളായിട്ടൊക്കെയാണ് ക്ലീൻ ചെയ്തത്. അപ്പോൾ വീഡിയോ അതിനനുസരിച്ചിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ എങ്കിലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, നല്ല തിളക്കമുണ്ട് ഫ്രിഡ്ജിന്. ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രാവശ്യമല്ല ഞാൻ തുടച്ചത്,
ഒരു പ്രാവശ്യം ഡ്രൈ ആയിട്ടുള്ള തുണി കൊണ്ട് പൊടിയൊക്കെ തൂത്ത് കളഞ്ഞ് രണ്ടാമത് ലിക്വിഡ് ഉപയോഗിച്ച് തുടച്ചു. വീണ്ടും ഞാൻ ഒന്നുകൂടെ തുടച്ചു. പിന്നെ ഏറ്റവും ലാസ്റ്റ് വീണ്ടും ഡ്രൈ ആയൊരു തുണി കൊണ്ട് ഞാൻ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നല്ല രീതിയിൽ തന്നെ വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, അധികം പുതിയ ഫ്രിഡ്ജൊന്നും അല്ലല്ലോ, പഴകിയതാണ്. എങ്കിൽ കൂടി നല്ല രീതിയിൽ തന്നെ അത് വന്നിട്ടുണ്ട്. തുടച്ചപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. നമുക്ക് നേരിട്ട് കാണുമ്പോൾ നല്ലൊരു തിളക്കമുണ്ട്. ഫ്രിഡ്ജിന് ഉൾഭാഗത്തൊക്കെ നല്ലൊരു വൃത്തിയായിട്ടുണ്ട്. ഇനി നമുക്കൊരു ഉണങ്ങിയ തുണി കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് തുടച്ചെടുക്കാം. ആ വെള്ളത്തിൻ്റെ അംശങ്ങളൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഞാൻ തട്ടുകൾ ഓരോന്നായി തുടച്ചു. സൈഡിലുള്ള സൈഡ് പോക്കറ്റുകളൊക്കെ തുടച്ചിട്ടുണ്ട്. ഇപ്പം നല്ല രീതിയിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ ഫ്രിഡ്ജ്. ഇനി നമുക്കിതിനകത്തേക്ക് ഓരോ സാധനങ്ങളും നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഞാനിവിടെ എല്ലാം ബോക്സിലാക്കി വെക്കുന്നുണ്ട്. ഫ്രിഡ്ജിൻ്റെ തട്ടുകളൊന്നും അങ്ങനെ മോശമാവാറില്ല. മിക്കവാറും എല്ലാ സാധനങ്ങളും ഒരു ബോക്സിൽ തന്നെയാണ് സൂക്ഷിക്കൽ. അതുപോലെ ഐസ് ട്രേയിലൊക്കെ ഞാനിപ്പം വെള്ളം നിറച്ച് അതും റീപ്ലേസ് ചെയ്യുന്നുണ്ട്. ഐസ് ട്രേയും വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളും കൂടെ ഒന്ന് എടുത്തു വെക്കാം. ഞാനിവിടെ ഓരോ ബോക്സിലും എല്ലാ സാധനങ്ങളും പച്ചക്കറികളൊക്കെ ബോക്സിനകത്തുണ്ട്. പിന്നെ വലിയ വെള്ളരിക്ക, മത്തങ്ങ അങ്ങനെയുള്ള പീസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ താഴത്തെ ബോക്സിൽ വെച്ചു. പിന്നെ ഞാൻ ഇതിൽ വെക്കുന്നത് നമ്മുടെ തൈര്, മോര്, അത് പിന്നെ കുക്ക് ചെയ്ത ഫുഡ് എപ്പോഴും ഫ്രിഡ്ജിൽ ഉണ്ടാവാറില്ല, ഞാൻ അങ്ങനെ വെക്കാറില്ല. പിന്നെ വയ്ക്കുന്നത് നമ്മുടെ എഗ്ഗ്, പിന്നെ ഉണ്ടാവുന്നത് കസ്കസ്, അതുപോലെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ തന്നെയാണ് സൂക്ഷിക്കാറ്. പിന്നെ ചോക്ലേറ്റ്സ് വെക്കാറുണ്ട്, ഓട്സ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കാറ്. പിന്നെ എൻ്റെ കയ്യിൽ കസൂരി മേത്തി, അതുപോലെ പൈനാപ്പിളിൻ്റെയും മാംഗോൻ്റെയൊക്കെ എസൻസ് ഉണ്ടായിരുന്നു. അതും ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. പിന്നെ തേങ്ങ, പാല്, തേങ്ങ ഇപ്പോൾ നമ്മൾ ചിരകി ആവശ്യം കഴിഞ്ഞാൽ ബാക്കിയുള്ളത് പുറത്ത് വെക്കാറില്ല. അത് ഞാൻ ഫ്രിഡ്ജിലൊരു ബൗളിലാണ് വെക്കാറ്. ഇപ്പോൾ ഞാൻ നമ്മുടെ ഫ്രിഡ്ജ് ഓൺ ചെയ്തു. ഇപ്പോൾ നോക്കിക്കുക എല്ലാവരും, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇങ്ങനെ നമ്മൾ 2-3 ആഴ്ച കൂടുമ്പോൾ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വെച്ചാൽ, ഒന്ന് തുടച്ച് കൊടുത്താൽ ഫ്രിഡ്ജ് എപ്പോഴും നല്ല വൃത്തി തന്നെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ച് ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കണേ.